അടുത്തത് നമുക്ക് റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ, റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് എന്നറിയണം. നമുക്കറിയാം റെസിസ്റ്റേഴ്സിനെ രണ്ട് തരത്തിൽ കമ്പൈൻ ചെയ്യാം. ഒന്നാമത്തത് സീരീസ് കോമ്പിനേഷൻ, രണ്ടാമത്തത് പാരലൽ കോമ്പിനേഷൻ. നമുക്ക് ആദ്യം സീരീസ് കോമ്പിനേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം, എന്നിട്ട് പാരലൽ കോമ്പിനേഷനിലേക്ക് പോകാം. സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ. ഇവിടെ ഞാനിങ്ങനെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു. അതിൻ്റെ എൻഡിൽ രണ്ടാമത്തെ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ എൻഡിൽ മൂന്നാമത്തെ റെസിസ്റ്റർ. നമുക്കിങ്ങനെ എത്ര റെസിസ്റ്റേഴ്സ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഞാൻ 3 നിർത്തി എന്നേ ഉള്ളൂ. ഈ റെസിസ്റ്റേഴ്സിനെ ഞാനൊരു സെല്ലുമായി കണക്ട് ചെയ്യുന്നു. ഇവിടുത്തെ നമ്മുടെ സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് വി, ഞാനിവിടെ വി എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലിൻ്റെ EMF അല്ല, സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജാണ്. നമുക്കിവിടെ ഈ റെസിസ്റ്ററിന്റെ പേര് R1, ഇത് R2, ഇത് R3. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് V1, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് V2, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് V3. അതായത് സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് I ആണ്. ഈ കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് നമ്മുടെ സർക്യൂട്ടിലൂടെ, നമ്മുടെ റെസിസ്റ്റേഴ്സിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ റെസിസ്റ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് V1, രണ്ടാമത്തെ റെസിസ്റ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് V2, മൂന്നാമത്തെ റെസിസ്റ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് V3. സീരീസ് കോമ്പിനേഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക, സീരീസ് കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. റെസിസ്റ്റേഴ്സും അല്ല, നമ്മൾ ഏത് എലമെന്റ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലും എല്ലാ എലമെന്റ്സിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. വോൾട്ടേജ് ഡിഫറൻ്റ് ആകാം, വോൾട്ടേജ് ഡിഫറൻ്റ് ആകാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറൻ്റ് ആകാം. റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ വോൾട്ടേജും സെയിം ആകാം, എന്നാൽ ഇൻ ജനറൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആകാം. ശ്രദ്ധിക്കൂ, സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇവിടെ R1ലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും I തന്നെയാണ്, R2ലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും I തന്നെയാണ്, R3ലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും I തന്നെയാണ്. എന്നാൽ വോൾട്ടേജ് V1, V2 ആൻഡ് V3 നമ്മുടെ സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് V ആണ്. ഈ ടോട്ടൽ വോൾട്ടേജ് V ആണ് V1, V2, V3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് the total voltage V is equal to V1 plus V2 plus V3. Let that be relation number 1. Ohm's law പറയുന്നത് എന്താ? V is equal to IR. V1 is equal to IR1. നമുക്കിവിടെ I1 എന്ന് പറയാൻ പറ്റില്ല, കാരണം കറണ്ട് സെയിം ആണ്. IR1. സിമിലർലി V2 is equal to IR2. V3 is equal to IR3. ഞാനിതിനെ മൂന്നിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കും. അപ്പോ ഇക്വേഷൻ 2നെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ 1 എന്ത് കിട്ടും? വിക്ക് പകരം IR, V1ന് പകരം IR1,
V2 പകരം IR2, V3 പകരം IR3. ഓക്കെ, I കോമൺ ആണ് എല്ലായിടത്തും ഉണ്ട്. It can be taken outside. ഐയും ക്യാൻസൽ ആവും. or R is equal to R1 plus R2 plus R3. ഇവിടെ 3 റെസിസ്റ്റൻസേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ R3യിൽ നിർത്തിയത്. 4 ഉണ്ടായിരുന്നെങ്കിൽ +R4 +R5 ഇങ്ങനെ വന്നേനെ. അപ്പോ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസിന്റെ സം ആയിരിക്കും. When a number of resistors are connected in series, the effective resistance will be the sum of individual resistances. മാത്രമല്ല, റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസിനേക്കാൾ വലുതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ കുറെ റെസിസ്റ്റേഴ്സ് 1 ohm, 5 ohm, 50 ohm, 100 ohm ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇവരെ 4 പേരെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 100 ഓമിനേക്കാൾ കൂടുതലായിരിക്കും. The effective resistance will always be greater than the greatest when a number of resistors are connected in series. സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും. When a number of resistors are connected in series, the effective resistance will always be greater than the greatest. Okay? ഈ ഫോർമുല ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി അടുത്ത് പാരലൽ കോമ്പിനേഷൻ നോക്കാം. റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. പാരലൽ കോമ്പിനേഷൻ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് 1 റെസിസ്റ്റർ, അതിന് പാരലായിട്ട് മറ്റൊന്ന്, അതിന് പാരലായിട്ട് മറ്റൊന്ന്. ഞാനിവിടെ 3 എണ്ണമേ കണക്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ എത്ര എണ്ണമാണെങ്കിലും അതിൻ്റെ ഓരോ സൈഡ്സും കോമൺ ആയിരിക്കും. ഈ 3 റെസിസ്റ്റേഴ്സിൻ്റെയും ഈ വശങ്ങളെല്ലാം കോമൺ ആണ്, ഈ വശങ്ങളെല്ലാം കോമൺ ആണ്. അവരെ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി സെല്ലിലേക്ക് കണക്ട് ചെയ്യാം. ഇതാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ വോൾട്ടേജ് V ആണ്. ഇവിടെ റെസിസ്റ്റേഴ്സ് R1, R2, R3. സീരീസ് കോമ്പിനേഷനിൽ, കഴിഞ്ഞ ടോപ്പിക്കിൽ സീരീസ് കോമ്പിനേഷനിൽ ഞാൻ പറഞ്ഞു എല്ലാ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. ഇവിടെ പക്ഷെ അങ്ങനെ എല്ലാ റെസിസ്റ്ററിലൂടെയും സെയിം കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് I ആണ്. ഈ I ഇവിടെ വെച്ച് 3 സ്പ്ലിറ്റ് ചെയ്യും. I1 R1 പാസ് ചെയ്യും, I2 R2 പാസ് ചെയ്യും, I3 R3 പാസ് ചെയ്യും. സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ കണ്ടത് വോൾട്ടേജ് 3 സ്പ്ലിറ്റ് ചെയ്യുന്നു. V splits into V1, V2 and V3. But in this case, current splits into 3. I എന്ന് പറയുന്ന ടോട്ടൽ കറണ്ട് I1, I2, I3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? I is equal to I1 plus I2 plus
I3. Let that be relation number 1. Ohm's law പറയുന്നത് എന്താ? V is equal to IR or I is equal to V by R. ഇപ്പൊ ഞാനിവിടെ I1 ന് പകരം എന്ത് എഴുതും? I1 is equal to V by R1. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയി. പാരലൽ കോമ്പിനേഷനിൽ എല്ലാ എലമെന്റ്സിലെയും വോൾട്ടേജ് സെയിം ആയിരിക്കും. എല്ലാ റെസിസ്റ്റേഴ്സിലെയും വോൾട്ടേജ് സെയിം ആയിരിക്കും. സീരീസ് കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരുന്നു. പാരലൽ കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്ററിലും ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. വിച്ച് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ വോൾട്ടേജ്. വി ആണ് നമ്മുടെ ടോട്ടൽ വോൾട്ടേജ്. R1 ഡ്രോപ്പ് ചെയ്യുന്നത് വി, R2 ഡ്രോപ്പ് ചെയ്യുന്നത് വി, R3 ഡ്രോപ്പ് ചെയ്യുന്നതും വി ആണ്. അപ്പോൾ I2 is equal to V by R2, I3 is equal to V by R3. ഞാൻ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ഇക്വേഷൻ 2 എന്ന് എഴുതും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇക്വേഷൻ 2 ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1. അപ്പോൾ എന്ത് കിട്ടും? ഐക്ക് പകരം V by R കൊടുക്കാം. V by R is equal to I1 ന് പകരം V by R1 കൊടുക്കാം. V by R1 plus V by R2 plus V by R3 or V by R is equal to V common ആണ്, V into 1 by R1 plus 1 by R2 plus 1 by R3. V cancel out. Therefore 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഇതാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഫോർമുല. when resistors are connected in parallel. ഇവിടെ കിട്ടുന്നത് ആക്ച്വലി 1 by R ആണ് ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ. ഇത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ല, ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. 1 by R ആണ് കിട്ടുന്നത്. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ when a number of resistors are connected in parallel, the reciprocal of effective resistance is equal to the sum of reciprocals of individual resistances. റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസിന്റെ റെസിപ്രോക്കൽസിന്റെ സമ്മാണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. മറ്റൊരു കാര്യം, പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാൾ ചെറുതായിരിക്കും. ഇൻ പാരലൽ കോമ്പിനേഷൻ ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ഓൾവേസ് ബി ലെസർ ദാൻ ദ ലീസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്യുന്നു കുറെ റെസിസ്റ്റേഴ്സ്, സേ 1 ohm, 5 ohm, സേ നേരത്തെ എടുത്തതുപോലെ 50 ohm, 100 ohm. ഇവരെല്ലാവരും കൂടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ohmനേക്കാൾ ചെറുതായിരിക്കും. അവിടെ 100 ohm ഉണ്ടെങ്കിൽ പോലും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ohmനേക്കാൾ കുറവായിരിക്കും. When a number of resistors are connected in parallel, the effective resistance will always be lesser than the least.